ഫ്രണ്ട്സ്, എല്ലാവർക്കും ആദിലക്ഷ്മി കിച്ചൺ വേളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മള് പഴം കേക്ക് കായ്പോള അടിപൊളി ടേസ്റ്റിൽ ഉണ്ടാക്കാം. 3 പഴുത്ത പഴം എടുക്കുക. അതിൻ്റെ ഉള്ളിലെ ആ കറുപ്പ് കളറൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് എടുത്തു വെക്കാം. ഇനി ഒരു ഫ്രൈ പാനിലേക്ക് നെയ്യ് ഒഴിച്ച് അതിലേക്ക് അണ്ടിപ്പരിപ്പ് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി കഴിയുമ്പോൾ നമ്മൾ ഉണക്കമുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ട് ഇതേ ഫ്രൈ പാനിൽ 1 ടേബിൾ സ്പൂണോളം നെയ്യും കൂടി ചേർത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴം ചേർത്ത് കൊടുത്ത് ഒരു 5 നിമിഷം നെയ്യിൽ വാട്ടിയെടുക്കാം. ഈ നേന്ത്രപ്പഴത്തിലേക്ക് 1 ടേബിൾ സ്പൂണോളം പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് വരും. അപ്പൊ അത് ഓപ്ഷണൽ ആണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അങ്ങനെ ഞാൻ 1 ടീസ്പൂണോളം പഞ്ചസാര ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുത്ത് അതും മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് 4 മുട്ട, 2 ടേബിൾ സ്പൂണോളം പഞ്ചസാര, 1 ടീസ്പൂണോളം ഏലക്ക പൊടിച്ചത്, പിഞ്ചുപ്പ്, പാല് 3 ടേബിൾ സ്പൂണോളം നന്നായി അടിച്ചെടുത്തത് ഫ്രൈ പാനിൽ ഒഴിച്ചു കൊടുത്ത് വാട്ടി വെച്ചിരിക്കുന്ന പഴം അതിലേക്ക് ചേർത്ത് കൊടുക്കുക. മുന്തിരിയും അണ്ടിപ്പരിപ്പും ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ദം ചെയ്യണം. അതിനുവേണ്ടി ഒരു ദമ്മിന് വേണ്ടിയിട്ട് ഒരു തട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലോട്ട് നമ്മളുടെ എടുത്തു വെച്ചിരിക്കുന്ന ഫ്രൈ പാന് മുകളിലോട്ട് വെച്ച് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ നമ്മൾ വേവിച്ചെടുക്കുക. ഒരു പാതി വെന്ത് ആയി കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ മുകളിലോട്ട് നേരത്തെ മുറത്ത് മാറ്റി വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയിൽ നിന്നും കുറേശ്ശെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഒരു നന്നായി സൈഡൊക്കെ വിട്ട് വന്ന് ഒരു ബ്രൗൺ കളർ വരണ വരെ നമുക്ക് വേവിക്കാം. ശരിക്കും പറഞ്ഞാൽ ഒരു 35 മിനിറ്റോളം നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വേവിച്ചു കഴിഞ്ഞാൽ അടിപൊളി പഴം കേക്ക്, അതായത് മലബാർ സ്പെഷ്യൽ കായ്പോള തയ്യാറാവും. അടിപൊളി ടേസ്റ്റ് എന്ന് വെച്ചാൽ അടിപൊളി ടേസ്റ്റാണ്. അപ്പൊ നിങ്ങളും ട്രൈ ചെയ്തിട്ട് ആദിലക്ഷ്മി കിച്ചൺ വേളിൽ കമന്റ്സ് അറിയിക്കാം. കമന്റ്സ് അറിയിച്ചാൽ മാത്രം പോരാ, എന്നെ സപ്പോർട്ട് ചെയ്യും വേണം. ഇനിയും പുതിയ ഡിഷസ് ആയി നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, അടുത്തൊരു ഓൾ ബട്ടൺ കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങളുടെ മൊബൈലിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ്. അപ്പൊ മക്കളെ, അടിപൊളി ടേസ്റ്റില് നമ്മുടെ പഴം കേക്ക് കായ്പോള തയ്യാറായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു 20-30 മിനിറ്റിനുള്ളിൽ അടിപൊളി ടേസ്റ്റില് നമുക്കൊരു ചായക്കൊരു കടി തയ്യാറായിട്ടുണ്ട്. അപ്പൊ നിങ്ങളും ട്രൈ ചെയ്തിട്ട് കമന്റ് ബോക്സിൽ കമന്റ് അറിയിക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ മലബാർ സ്പെഷ്യൽ കായ്പോള തയ്യാറായിരിക്കുന്നു. സൂപ്പറാണ്. ആ മുട്ടയും പഴവും നെയ്യും കൂടി എല്ലാം ചേർന്നപ്പോൾ അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളിയുണ്ട്. ഈ മുട്ട നമുക്ക് വേണമെങ്കിൽ ബീറ്റ് ചെയ്ത് നല്ല ഫ്ലഫി ആക്കിയിട്ട് അതിനുള്ളിലോട്ട് പഴം ചേർത്ത് വെച്ച നല്ല കുറച്ചും കൂടി വലിയ കേക്ക് നമുക്ക് കിട്ടും. ഇത് ഞാൻ മിക്സിയിൽ അരച്ചുകൊണ്ട് ഇങ്ങനെ കിട്ടുമല്ലോ. അപ്പൊ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് ആദിലക്ഷ്മി കിച്ചൺ വേൾഡ് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ ബൈ.